ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്കണോമിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒട്ടുമിക്കതിലും എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് ആവാറുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കല്ലാതെ എക്കണോമിക്സിലേക്ക് വലിയൊരു, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്കല്ലാതെ നല്ലൊരു എക്സ്പോഷർ എക്കണോമിക്സിലേക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവർ, വലിയ വലിയ കോഴ്സുകളും റോക്കറ്റ് സയൻസും ഒക്കെ പഠിച്ചവർക്കും ഈ എക്കണോമിക്സിലേക്കുള്ള എക്സ്പോഷർ കുറവായതുകൊണ്ട് ഈ സബ്ജക്റ്റ് എന്താണ് എന്നോർത്ത് പലരും ഡൗട്ട് അടിച്ച് ഇരിക്കുന്നവരുണ്ട്. പിന്നെ പലർക്കും ഇത് പുതിയൊരു സബ്ജക്റ്റ് പഠിക്കാനുള്ള മടി കാരണം ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. പിന്നെ ഈവൻ എക്കണോമിക്സ് പഠിച്ചവരാണെങ്കിൽ തന്നെ എന്താണ് ഈ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയാത്തവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി, ബിഗിനേഴ്സിനെ പ്രത്യേകിച്ചും ഉദ്ദേശിച്ചാണ് എൻ്റെ ഈ ക്ലാസ്. ഇത് ഞാൻ എടുക്കുന്നത് ഒരു കോമൺ സിലബസിലാണ്. അതായത് PSC ആണെങ്കിലും SSC ആണെങ്കിലും UPSC ആണെങ്കിലും എക്കണോമിക്സിൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളെക്കുറിച്ച് മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തവണത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം എന്തൊക്കെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം എക്കണോമിക്സിൻ്റെ മേജർ ടോപ്പിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്, പഠിക്കുന്നത് എന്തൊക്കെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് കിടക്കാം. ഫസ്റ്റ്, എക്കണോമിക്സിൽ നിങ്ങൾ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കേണ്ടത് നാഷണൽ ഇൻകം എന്താണ് എന്നുള്ളതാണ്. എന്താണ് നാഷണൽ ഇൻകം? നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വർഷത്തെ സാലറി ആകാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റ് ആകാം. അപ്പം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ആകാം. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷത്തെ ഇൻകം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ ഇൻകം, പൊതുവേ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഒരു വർഷത്തെ വെച്ചിട്ടാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കൊണ്ട് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ, സർവീസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് നാഷണൽ ഇൻകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ നാഷണൽ ഇൻകവും രാജ്യത്തിൻ്റെ ഇൻകവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. വ്യക്തിയുടെ എന്ന് വെച്ചാൽ അയാൾ എന്തേലും സമ്പാദിച്ചു എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇൻകം കണക്കാക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ വരുമ്പോൾ രാജ്യം എന്തെങ്കിലും സമ്പാദിച്ചു എന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അളക്കുന്നത്. ആ രാജ്യം ആ വർഷം എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അളക്കുന്നത്, അല്ലാതെ ആ രാജ്യം എന്തേരം പൈസ ഉണ്ടാക്കി എന്നുള്ളതല്ല. അപ്പം എങ്ങനെയാണ് ഈ പെർഫോമൻസ് മനസ്സിലാക്കുന്നത്? ആ രാജ്യത്ത് എന്തേരം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, എന്തേരം സേവനങ്ങൾ അവിടെ ആളുകൾ ഉപയോഗിച്ചു. ഈ സേവനങ്ങളും പ്രൊഡക്ട്സും, ഗുഡ്സ് ആൻഡ് സർവീസും നമ്മൾ ചുമ്മാതല്ല, അത് നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങുന്നത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന എന്തിനും, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിന് നമ്മൾ പകരം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അതിനൊക്കെ എക്കണോമിക് മൂല്യമുണ്ട്. ഇപ്പം നമ്മുടെ അമ്മമാർ നമ്മളെ വളർത്തുന്നതിന് എക്കണോമിക് മൂല്യമില്ല. അതിന് കാരണം എന്നാ? അമ്മമാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ? അമ്മ വളർത്തിയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട്? ഇല്ല. ഭാര്യമാരാണെങ്കിൽ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട്, ഹൗസ് വൈഫ് പ്രത്യേകിച്ചും, അവരുടെ ആ ഒരു തൊഴിലിന്, അല്ലെങ്കിൽ അവരും ലേബറാണ്, അവരും പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഇത് ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ സാലറിയോ കൊടുക്കാത്തത് കൊണ്ട് അത് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പണി ചെയ്തു, അതിന് നമ്മൾ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പം നമ്മുടെ അമ്മമാരിൽ ആരെങ്കിലും വീട്ടുജോലിക്ക് പോകുന്നവരുണ്ടെന്ന് വിചാരിക്കുക. അവർ സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ അതിന് വിലയില്ലല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്നില്ല. പക്ഷെ മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് ഇതേ വീട്ടുജോലി ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് വരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റീസാണ്. സ്വന്തം വീട്ടിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നമുക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് പോലും കരുതുന്നില്ല. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, എക്കണോമിക് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെ ചെറുതും വലുതുമായ ഒരു രാജ്യത്ത് ഒരു കൊല്ലം വിൽക്കപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ, സർവീസിൻ്റെയും ആകെ കൂടെയുള്ള ഒരു ആ ഒരു പ്രൊഡക്ടിവിറ്റിയാണ് എന്തിൽ വരുന്നത്? നാഷണൽ ഇൻകം കൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൂടുതലായിട്ടും പറയുന്നത് എന്തൊക്കെയാണ്? എങ്ങനെ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യാം, അതിന് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്താണ്, GDP, NNP, GNP, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഈ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. പിന്നെ അത് വലിയ സബ് ടോപ്പിക്സ് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യം എന്തേലും പ്രൊഡ്യൂസ് ചെയ്തു നന്നായിട്ട്. ഇപ്പം നമ്മളൊരു മണ്ണിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുന്നത്
അത് എത്രത്തോളം വളക്കൂറാണെന്നൊക്കെ നോക്കുന്നത് എങ്ങനെ, അതിൽ വളരുന്ന ചെടികൾ കണ്ടിട്ടല്ലേ. അതുപോലെയാണ് ഒരു രാജ്യം എത്രത്തോളം സ്ട്രോങ് ആണെന്നൊക്കെ നോക്കുന്നത് അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി കണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നാഷണൽ ഇൻകം. അത് കഴിഞ്ഞ് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അതൊരു യൂണിവേഴ്സൽ ഇക്വേഷനാണ്. അതായത് ഒരു രാജ്യത്ത് നാഷണൽ ഇൻകം ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അവിടുത്തെ ആളുകൾ ഓരോരുത്തർ വീതം എന്തേരെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തത്. അതെന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. ഓരോ വ്യക്തിക്കും എന്തേരെയാണ് അതിൽ വീതമുള്ളത്, ഓരോ വ്യക്തിയും എന്തേരെയാണത് പങ്കിട്ടെടുക്കുന്നത് എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം വഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെന്ന് വെക്കാം. നിങ്ങളുടെ ഒരു വർഷത്തെ നിങ്ങളുടെ വീടിൻ്റെ മൊത്ത വരുമാന തുകകളെല്ലാം 5 ലക്ഷം രൂപയാണെന്ന് വെക്കുക. അപ്പം ഈ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 4 പേര്, നിങ്ങളുടെ വീട്ടിലെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ആ 5 ലക്ഷം, ആ ഒരു ഇൻകം ഡിവൈഡഡ് ബൈ നിങ്ങളുടെ വീട്ടിലെ പോപ്പുലേഷൻ വരുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോരോ തുക കിട്ടുമല്ലോ. അപ്പം അതാണ് ഓരോ വ്യക്തിയുടെയും കോൺട്രിബ്യൂഷൻ. ആ 5 ലക്ഷത്തിലേക്കെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന പോലെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്നും മനസ്സിലാക്കാം. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മൾ നാഷണൽ ഇൻകം പഠിച്ചു, പെർ ക്യാപിറ്റ ഇൻകം പഠിച്ചു. ഇനിയാണ് മെയിൻ സാധനം പ്രൊഡക്ഷൻ. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്? നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കാണുന്ന ഈ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, ഈ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അതിപ്പോൾ സർവീസ് ആയിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ. ഇപ്പം നിങ്ങൾ വായിക്കുന്ന ബുക്ക്, നിങ്ങൾ എഴുതുന്ന പേന, ഈ സാധനങ്ങളൊക്കെ എവിടുന്നോ പ്രൊഡ്യൂസ് ചെയ്താണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. നമ്മൾ അവസാനം കയ്യിൽ 5 പൈസ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ മാത്രമേ ഈ സാധനമായിട്ട് നമുക്ക് ടച്ചുള്ളൂ. പക്ഷേ ഇത് ആദ്യം തൊട്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽ തൊട്ട് ഈ സാധനം ഉണ്ടാക്കുന്നവരുണ്ട്, അത് ഇവിടെ വരെ നമ്മുടെ അടുത്തുള്ള കടയിലേക്ക് എത്തുന്ന വരെയുള്ള പ്രക്രിയകൾ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിന് ആരൊക്കെയാണോ ചുക്കാൻ പിടിക്കുന്നത് അവരെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ലേബറുണ്ട്, ലാൻഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ 3 ടോപ്പിക്കുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് നാഷണൽ ഇൻകം, രണ്ടാമത്തേത് പെർ ക്യാപിറ്റ ഇൻകം, മൂന്നാമത്തേത് ഏതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത നമ്മൾ പറയാൻ വരുന്നത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്. നമുക്കിവിടെ പ്ലാനിങ് കമ്മീഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ. കാരണം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി അടിപൊളിയാക്കാൻ പല പല പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വലിയ പ്രസക്തമായ ഒരു ഭാഗമാണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ്. അതായത് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിനെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തേരം പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെയുള്ള സംഭവമാണ് നീതി ആയോഗ്. ഈ പഞ്ചവത്സര പദ്ധതികളെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് എന്താണ് കൊണ്ടുവന്നത്? നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി കൊണ്ടുവന്നു. പഞ്ചവത്സര പദ്ധതികളിലുള്ള ന്യൂനതകളെല്ലാം തിരുത്തിയാണ് നീതി ആയോഗിലേക്ക് വരുന്നത്. അപ്പം നീതി ആയോഗ് എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ടൈപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യം ഓടുന്നത് നമ്മൾ മാത്രം പണിയെടുത്തിട്ടല്ല. നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ പോലും അറിയാതെ മാനേജ് ചെയ്യാൻ വേറെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്കുകൾ അല്ലേ, ഇപ്പം എല്ലാവരും GPay ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം ഏത് കടയിൽ പോയാലും ഗൂഗിൾ പേയിൽ നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ അയക്കും. ഇത് നേരെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഈ പണം എപ്പോഴും നമ്മുടെ ബാങ്കുകാർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി മാനേജ് ചെയ്യുന്നുണ്ട്. ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഒരു അപ്പെക്സ് ബോഡി ഉണ്ട്, അതാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും സെൻട്രൽ ബാങ്ക് ഉണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ ബാങ്ക്, അതാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇവിടുത്തെ കുറച്ച് ബാങ്കുകളും കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുന്നില്ല. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വൈഡായിട്ടുള്ള ഒരു വലിയ സെക്ടേഴ്സ് തന്നെയാണ്. ഇപ്പം കർഷകരിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി നബാർഡ് ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തുമ്പോഴത്തേക്കും വേൾഡ് ബാങ്ക്, IMF, അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ പണം തിരിച്ചു മറിച്ച് ഉള്ള പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷനിലൊക്കെ അപ്പോൾ തിരിച്ചു മറിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മളൊരു മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൽ ഷെഡ്യൂൾഡ് ബാങ്ക്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, അങ്ങനെ കുറച്ച് ബാങ്കുകളുടെ ഒരു തരംതിരിവുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ റിസർവ് ബാങ്കിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പല സാധനങ്ങളുടെ വിലക്കയറ്റം, വിലക്കുറവ്, നമുക്ക് ലോണ് കിട്ടുന്നത്, നമുക്ക് ലോൺ കിട്ടാതിരിക്കുന്നത്, നമ്മൾ വാങ്ങുന്ന ലോൺ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നത്, ഇങ്ങനെയെല്ലാം റിസർവ് ബാങ്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള പല കാര്യങ്ങളെയും ആശ്രയിക്കുന്നത് നമ്മൾ
പിരിക്കുന്ന പണം വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ പണം നമ്മുടെ കയ്യിൽ എന്തേരം എത്തണം എത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക്. അപ്പോൾ ഈ റിസർവ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷനാണ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന പോർഷൻ എന്താണ്? പബ്ലിക് റവന്യൂ, പബ്ലിക് എന്ന് പറയുന്ന വേർഡ് ഈസ് എക്കണോമിക്സിൽ ലിങ്ക്ഡ് ടു ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കാം. പബ്ലിക് സ്പെൻഡിങ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ആണെന്ന്. പബ്ലിക് റവന്യൂ എന്ന് പറയുമ്പോഴേ എന്താ അതിൻ്റെ അർത്ഥം? ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് വിചാരിക്കണം. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും എവിടുന്ന റവന്യൂ കിട്ടുന്നത്? ടാക്സും നോൺ ടാക്സ് റവന്യൂസും ആണ് കൂടുതലും. അപ്പോൾ നമ്മൾ ടാക്സിനെ കുറിച്ചും പഠിക്കണം, നോൺ ടാക്സിനെ കുറിച്ചും പഠിക്കണം. എന്തേരം ടാക്സുകളുണ്ട്, ടാക്സിൻ്റെ വിഭാഗങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നുള്ളത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിന് പണം കിട്ടിയാൽ മാത്രം പോരാ, ഗവൺമെൻറ് അത് സ്പെൻഡ് ചെയ്യണം. ഗവൺമെൻറ് പണം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ഇരിക്കുന്ന എല്ലാവരും അതെടുത്ത് വിഴുങ്ങുന്നു എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കിട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഇപ്പം നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കുറേ പണം കിട്ടുന്നു, നമ്മുടെ ഗവൺമെൻറ്റിന് കുറേ പണം പിരിച്ചെടുക്കാൻ പറ്റുന്നു. ആ പണമാണ് ഗവൺമെൻറ് പാലമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറായിട്ടും കമ്പനീസായിട്ടും ആളുകൾക്ക് ഗവൺമെൻറ് എംപ്ലോയീസിന് എംപ്ലോയ്മെൻ്റ് ആയിട്ടും ഒക്കെ പണം ചിലവാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് പണം എക്സ്പെൻഡിച്ചർ, അവരുടെ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. പിന്നെ ഗവൺമെൻറ് ചിലവാക്കുകയും ഗവൺമെൻറ്റിൻ്റെ വരവും ഒക്കെ അവർ കണക്കാക്കുന്നതും തിട്ടപ്പെടുത്തുന്നതും ഒരു ബഡ്ജറ്റിൻ്റെ പുറത്താണ്. എല്ലാ വർഷവും ബഡ്ജറ്റുണ്ട്. അപ്പം നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചും പഠിക്കണം. പിന്നെ ലാസ്റ്റ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയും ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ്. ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ വെച്ചിട്ട് പോളിസീസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ആളുകൾക്ക് നമ്മൾ ധനസഹായമൊക്കെ കൊടുക്കുന്നത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ഗവൺമെൻറ് എങ്ങനെയാണ്, അതിനെ നിർണ്ണയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ, അതാണ് ഫിസിക്കൽ പോളിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിൽ മെയിനായിട്ടും പഠിക്കേണ്ട PSC ലെവലിൽ. അപ്പം ആദ്യം തന്നെ നാഷണൽ ഇൻകം പഠിക്കണം. പിന്നെ പൊതുവെ ഒട്ടുമിക്ക സ്റ്റാൻഡേർഡ് ബുക്സിലും ടൈപ്സ് ഓഫ് എക്കണോമിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നോർമേറ്റീവ് എക്കണോമിക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ സ്കൂൾസ് ഓഫ് എക്കണോമിക്സ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സ്കൂൾസ് വരുന്ന എന്താണ്? ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, കെയ്നീഷ്യൻ, അങ്ങനെ കുറച്ച് സ്കൂൾസ് ഓഫ് എക്കണോമിക്സും ഉണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ. പിന്നെ റിയൽ ലൈഫിൽ നമ്മുടെ PSC സിലബസ്, SSC സിലബസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, functions and type of economic institutions, Reserve Bank and functions, public revenue, tax, non-tax revenue, public expenditure, budget, fiscal policies. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്കണോമിക്സിൽ മെയിനായിട്ട് പഠിക്കണം. ഇത് ഞാൻ പ്രത്യേകിച്ചും പിൻ പോയിന്റ് ചെയ്ത് പറയാനാണെങ്കിൽ ഇത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെയോ മെയിൻസിൻ്റെയോ സിലബസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇതുപോലെ ഇതിൻ്റെ കുറച്ച് വ്യത്യാസം വരുത്തിയാണ് എപ്പോഴും എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻഫ്ലേഷൻ എന്താണെന്ന് പഠിക്കണം. ഇൻഫ്ലേഷൻ എന്താണ്? വിലക്കയറ്റത്തിൻ്റെ തന്നെ പല പല ഫോംസ് നമ്മൾ പഠിക്കണം. പിന്നെ ചിലയിടത്ത് അൺഎംപ്ലോയ്മെൻറ്റും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും പഠിക്കണം. ചിലയിടത്ത് ഇൻഡെക്സുകളെ കുറിച്ച് പഠിക്കണം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അങ്ങനെ കുറച്ച് ഇൻഡെക്സുകളെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നും മനസ്സിലാക്കുക. അതിൽ പഠിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ വ്യക്തികളുടെ പണമിടപാടുകൾ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അതിനെ നോക്കി നടത്തുന്ന പോലെ രാജ്യങ്ങൾക്കും പണമിടപാടുകൾ നോക്കി നടത്താനുണ്ട്. അത് പക്ഷേ ഒരു ബിഗർ സ്കെയിലിലായിരിക്കും. അപ്പം അതിൻ്റേതായ കുറച്ച് നൂലാമാലകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ബോഡീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം, അതിൻ്റെ ഹയറാർക്കിയൊക്കെ പഠിക്കണം. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ടോപ്പിക് വൈസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ ക്ലാസ്സുകൾ ഫ്രണ്ടിലോട്ട് എടുത്തെടുത്ത് പോകാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ആളുകൾക്ക് നിങ്ങൾക്ക് തീരെ അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.